ഇന്നലെ ചരിഞ്ഞ ഗജവീരൻ മംഗലാംകുന്ന് അയ്യപ്പനെ കാണാൻ മംഗലാംകുന്നിലേക്ക് ആനപ്രേമികളുടെ ഒഴുക്കെന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ രാത്രിയാണ് ആന ചരിഞ്ഞത്. മംഗലാംകുന്ന് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തലയെടുപ്പുള്ളൊരു ആനയാണെന്ന് നിങ്ങൾക്കറിയാം. 8 മാസമായി ചികിത്സയിലായിരുന്നു. അങ്ങനെയാണ് അന്ത്യം സംഭവിച്ചത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. താങ്കൾ എവിടെയാണ്? മംഗലാംകുന്ന് അയ്യപ്പൻ്റെ വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ എന്ന് പ്രേക്ഷകരൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പറയൂ. എസ് കെ ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ മംഗലാംകുന്നിലാണ്. അവിടെ അയ്യപ്പന് വിട ചൊല്ലുകയാണ് നാട്. നമുക്ക് പുറകിൽ കാണാൻ കഴിയും എത്രയധികം ആളുകളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായ ഒരു നോക്ക് മംഗലാംകുന്ന് അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന വാക്കാണ്. അത്രയധികം അവർ ഇഷ്ടപ്പെടുന്ന ഒരു കൊമ്പനായിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി അന്ത്യം സംഭവിക്കുന്നത്. നമുക്കറിയാം ഒരുപാടധികം മലയാളിയുടെ ആനപ്രേമം എന്നുള്ളത് നമുക്ക് വിവരിക്കാനാകാത്തതാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും തലപ്പൊക്കമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏക്കത്തുകയ്ക്ക് 9 ലക്ഷത്തിലധികം രൂപയ്ക്കൊക്കെ ഈ ഏക്കം ഉറപ്പിച്ച ഘട്ടമുണ്ട്. അത്രയധികം ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു കൊമ്പനായിരുന്നു. ഈ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളുടെ സജീവ സാന്നിധ്യം കൂടിയായിരുന്നു. ഇനിയിപ്പോൾ നെന്മാറ വേലയ്ക്ക് പങ്കെടുക്കേണ്ടതായിരുന്നു. അതിനൊക്കെ ഇടയിലാണ് ഈ കൊമ്പൻ്റെ വിയോഗം ഉണ്ടാകുന്നത്. ആളുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. ഒരുപാടധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അവർ പൊട്ടിക്കരയുന്നു. അവർ അവരുടെ വേദനകൾ പങ്കുവെക്കുകയാണ്. നിരവധി ചിത്രങ്ങളിലും നമ്മൾ ഈ കൊമ്പനെ കണ്ടിട്ടുണ്ട്. ആനച്ചന്തം എന്നൊരൊറ്റ സിനിമ മതി എത്രത്തോളം തലയെടുപ്പുള്ള കൊമ്പനാണ് അല്ലെങ്കിൽ എത്രത്തോളം സ്വീകാര്യതയുള്ള കൊമ്പനാണ് അയ്യപ്പൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടി. അങ്ങനെ നിരവധി സിനിമകളിൽ, തമിഴ് സിനിമകളിലും മലയാളം സിനിമകളിലുമൊക്കെ ഭാഗവാക്കായിട്ടുണ്ട്. പൂരപ്രേമികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് റീൽസുകളിലുമെല്ലാം ഇതിൻ്റെ നിരവധി ചിത്രങ്ങളും മറ്റും കാണാൻ കഴിയാറുണ്ട്. ഒരുപാടധികം ആളുകൾ ഈ കൊമ്പനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10 മണിയോടുകൂടി മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുവരെ ഇവിടെ പൊതുദർശനമുണ്ടാകും. ഒരുപാടധികം ആളുകൾ സമസ്ത മേഖലകളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേട്ടൻ എവിടുന്നാണ് വരുന്നത്? കല്ലുവഴി ആണ്, നമ്മുടെ അടുത്താണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ആന? വലിയ ആനയായിരുന്നു, ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അധികമായിട്ട് ഞാൻ എന്നെ അറിയണതാണ്. എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത? പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തലെടുപ്പ് സാധാരണ അങ്ങനെ തലെടുക്കും വടി കൊണ്ട് പോക്കേണ്ട ആവശ്യമില്ല. തലകെട്ട് കെട്ടിയാൽ തല നൂർത്തി തന്നെ നിൽക്കുള്ളൂ. നകന്ന പൂരത്തിന് എല്ലായിടത്തും പൊതുവെ നല്ലൊരു ആനയായിരുന്നു. ഒരുപാടധികം ആളുകൾ വളരെ വിഷമത്തോടു കൂടി ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച. ചേട്ടൻ അവിടെ നിന്നായിരുന്നു? ഞാൻ പുലിയാനാണ് ചളവറ. നേരത്തെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ ഇതിനെ? പുലിയാനംകുന്ന് വേലയ്ക്ക് സ്ഥിരമായിട്ട് എടുക്കുന്ന ആനയാണ്. എന്താ വെച്ചാൽ അവൻ നല്ലൊരു പിടുത്തം, നല്ല ഇതും. അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞങ്ങൾ നല്ല ഇഷ്ടമാണ്. 25 വർഷമായി, 1-2 വർഷത്തെ അയ്യപ്പൻ തിരിയുള്ളൂ. ഇതുവരെയ്ക്കും അയ്യപ്പൻ തന്നെയാണ് പുലിയാനംകുന്ന് പടിഞ്ഞാറൻ മേലയിൽ വന്നിരുന്നത്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം എത്തിച്ചേരുന്ന ഒരു കൊമ്പനായിരുന്നു. ഇനിയിപ്പോൾ നെന്മാറ വല്ലങ്കി വേലയ്ക്ക് പങ്കെടുക്കേണ്ടതായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അതിനിടയിലാണ് ഈ വിയോഗം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി കാലിനൊക്കെ പരിക്കേറ്റ് അതിൻ്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നൊരു കാഴ്ച. അമ്മ, ഈ ആനയെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു? പൂരത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒരു നിലായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ അതിൽ ഭയങ്കര വിഷമമുണ്ടോ നമുക്ക്. എന്തായാലും അല്പസമയത്തിനകം ഇനി ഒരു 10 മണിയോടുകൂടി ഇവിടെ നിന്ന് ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ അവസാനമായിട്ട് വിട ചൊല്ലുകയാണ് ഈ നാട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. മംഗലാംകുന്ന് അയ്യപ്പൻ്റെ വിട ചൊല്ലൽ ഒരുപാട്, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക് വലിയ സങ്കടമായിട്ടുണ്ട്. ജ്യോതിലക്ഷ്മി പറയുന്നു ശരിയാണ് സ്കെയിൻ, അന്നത്തെ അവതരണം നന്നായിരുന്നു, അത് വീണ്ടും കാണാം. നമ്മൾ തമ്മിൽ മോഡലിലുള്ള ഒരു മോർണിംഗ് ഷോയുടെ കാര്യമാണ്. ബെന്നി തടത്തിൽ പറയുന്നത് സ്കെയിൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തടത്തിൽ. നമ്മൾ തമ്മിൽ കോമഡി ഷോയ്ക്കായി ഞങ്ങൾ അതാണ് കുഴപ്പം. അതൊരു കോമഡി ഷോ ഒന്നും ആയിരിക്കില്ല. റീന സതീശൻ പറയുന്നു നമ്മൾ ഓക്കെയാണ്, നിങ്ങൾ പൊളിക്ക്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ പൊളിക്കും.